ജയിൽ വകുപ്പ് മേധാവി ADGP S. ശ്രീജിത്ത് DGP റാങ്കിലേക്ക് സർക്കാർ ഉത്തരവുടൻ പുറത്തിറങ്ങും. യോഗേഷ് ഗുപ്ത ബെബ്കോ MD-യുമാകും. ബൽറാം കുമാർ ഉപാധ്യായയാണ് പുതിയ ഫയർഫോഴ്സ് മേധാവി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കഴിഞ്ഞ കുറേ ദിവസമായി ശ്രീജിത്തിന് DGP റാങ്ക് ഉണ്ടാകും എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സാധ്യമാകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മറ്റു വിശദാംശങ്ങൾ പ്രശാന്ത്. പ്രജിത്ത്, IAS തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി വന്നിരിക്കുകയാണ്. ADGP S. ശ്രീജിത്തിനെയാണ് DGP ആക്കാനുള്ള ശുപാർശ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോഗേഷ് ഗുപ്തയെ വെബ്കോയുടെ MD ആക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബൽറാം കുമാർ ഉപാധ്യായയെ ഫയർഫോഴ്സ് മേധാവിയാക്കാനുമാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ DGP റാങ്കിലുള്ള ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ വിരമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒഴിവിലേക്കാണ് ഇപ്പോൾ DGP ആയി S. ശ്രീജിത്തിനെ നിയമിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ യോഗ്യതയുമായി ബന്ധപ്പെട്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് MR അജിത് കുമാറിനായിരുന്നു സാധ്യത പട്ടികയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ സസ്പെൻഷനിലായിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അടുത്തത് ഉയർന്ന അതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിൽ S. ശ്രീജിത്തിലേക്ക് ഇപ്പോൾ ഈ നിയമനം എത്തിയിരിക്കുന്നത്, ഈ ശുപാർശ എത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. IAS തലപ്പത്ത് അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നു. S. ശ്രീജിത്തിനെയാണ് DGP തസ്തികയിലേക്ക് DGP ആയി നിയമനം നടത്തുന്നതിനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ ലഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഉത്തരവ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചെന്നെത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും IAS തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ S. ശ്രീജിത്തിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില സാങ്കേതിക തടസ്സങ്ങൾ നിലനിന്നിരുന്നു. അതെല്ലാം മാറിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ADGP എന്ന നിലയിൽ അദ്ദേഹത്തിലേക്ക് ഈ സാധ്യത എത്തിയിരിക്കുന്നത്. ADGP-യെ S. ശ്രീജിത്തിനെ DGP ആയി നിയമിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഒടുവിൽ സർക്കാർ എത്തിയിരിക്കുന്നത്. പ്രജിത്ത്. ഓക്കെ, പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. IPS തലപ്പത്ത് ഇപ്പോൾ അഴിച്ചുപണി നടന്നിരിക്കുകയാണ്. S. ശ്രീജിത്ത് DGP റാങ്കിലേക്ക്.